സംസ്ഥാനത്ത് ഏപ്രിൽ 1 മുതൽ വൈദ്യുതി നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുത്തുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർധന ശുപാർശ ചെയ്യുന്ന താരിഫ് പെറ്റീഷൻ ജനുവരി 3-ന് KSEB സമർപ്പിച്ചിരുന്നു. അപേക്ഷ സ്വീകരിച്ച കമ്മീഷൻ കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതു തെളിവെടുപ്പ് നടത്തി അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്ത ശേഷം അന്തിമ തീരുമാനമെടുക്കും എന്നറിയിക്കുകയുണ്ടായി. ഇത് പ്രകാരം തെളിവെടുപ്പിനുള്ള തീയതികൾ ഇപ്പോൾ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 4-ന് എറണാകുളം പാലാരിവട്ടത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം റോഡിലുള്ള IMA ഹൗസ്, മാർച്ച് 6-ന് കോഴിക്കോട് ടൗൺ ഹാൾ, മാർച്ച് 12-ന് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാൾ എന്നിവിടങ്ങളിൽ രാവിലെ 10:30-ന് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം ബോർഡിന്റെ ആവശ്യങ്ങളിൽ നേരിയ മാറ്റം വരുത്തി നിരക്ക് വർധന പ്രഖ്യാപിക്കും എന്നറിയുന്നു. വർഷം തോറും നിരക്ക് വർധന ശുപാർശ ചെയ്യുന്ന വൈദ്യുതി സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതി കേരളം അംഗീകരിച്ചത് കടുത്ത നടപടി അനിവാര്യമാക്കുന്നുണ്ട്. പുതിയ നിരക്ക് ഏർപ്പെടുത്തുമ്പോൾ സ്ലാബ് സമ്പ്രദായം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഗാർഹിക ഉപയോക്താക്കൾക്ക് കനത്ത ഭാരമാകും എന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ നൽകുന്ന 60 രൂപ 66 രൂപയായി കൂടും. 80 യൂണിറ്റ് വരെയുള്ളവർ നൽകുന്ന 156 രൂപ 184 രൂപയായും 120 യൂണിറ്റ് വരെയുള്ളവർ നൽകുന്ന 272 രൂപ 324 രൂപയായും വർദ്ധിക്കും. 150 യൂണിറ്റ് വരെയുള്ളവരുടെ 380 രൂപ 510 രൂപയായും 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ നൽകുന്ന 620 രൂപ 800 രൂപയായും 300 യൂണിറ്റ് വരെയുള്ളവർ നൽകുന്ന 1220 രൂപ 1500 രൂപയായും വൈദ്യുതി നിരക്ക് വർദ്ധിക്കും. ഇതിനു പുറമെ ഫിക്സഡ് നിരക്കിലുള്ള വർധനയും മീറ്റർ വാടകയും വേറെ ഉണ്ടാവും. ഊർജ്ജക്ഷാമം രൂക്ഷമാവുകയും വൈദ്യുതി വാങ്ങൽ ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ KSEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനാൽ തന്നെ നിരക്ക് വർധന ആവശ്യം തള്ളാനുള്ള സാഹചര്യമില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. വൈദ്യുതി നിരക്ക് എത്രമാത്രം വർദ്ധിക്കുന്നു എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.